ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുമാരി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു. ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പണത്തിനെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമ്മളെല്ലാവർക്കും പണം അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും എത്ര അധ്വാനിച്ചിട്ടും നമ്മളിലേക്ക് പണം വന്ന് ചേരുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണത്? ചില ആളുകൾ എത്രയോ സന്തോഷത്തോടു കൂടി സമൃദ്ധിയിൽ ജീവിക്കുന്നു. നമ്മൾ കുറേ അധ്വാനിക്കുന്നു, കുറേ കഷ്ടപ്പെടുന്നു, നമ്മൾ നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മളിലേക്ക് അതൊന്നും വന്ന് ചേരുന്നില്ലെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്, വന്ന് ചേരുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണത്? നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ട സമയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും നമ്മുടെ ആവശ്യത്തിനും ഉള്ള പണം വന്ന് ചേരുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കുക. നമ്മുടെ ഉള്ളിൽ പണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പണത്തിൻ്റേതായ പ്രശ്നങ്ങളോ നീരസങ്ങളോ മറ്റുള്ളവരുമായി പണമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ പണത്തിനെ കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് വന്ന് ചേരണമെങ്കിൽ ആ പണത്തിനെ കുറിച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നെഗറ്റീവുകൾ ഉണ്ടെങ്കിൽ മണി ബ്ലോക്ക് നമുക്കുണ്ടായിരിക്കും. അപ്പോൾ തെറ്റിദ്ധാരണകൾ മാറ്റാം. നമ്മൾ പണത്തിനെ കുറിച്ച് പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. പണം വളരെ ബുദ്ധിമുട്ടാണ്, കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അത് നമുക്കൊന്നും ലഭിക്കില്ല എന്നുള്ള തെറ്റിദ്ധാരണകളുണ്ട്. അതുകൂടാതെ നമ്മൾ പണത്തിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളായിട്ട് ആരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളോ വിഷമങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നീക്കം ചെയ്തില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള കാര്യം. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു നെഗറ്റീവുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരാളോട് പണം അത്യാവശ്യമായിട്ട് നമ്മളെല്ലാവരും ജീവിതത്തിലുണ്ടാകുന്ന സംഭവങ്ങളാണ്. നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ പണം ഒരു സുഹൃത്തിനോട് വാങ്ങിയെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ഇന്ന സമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു, നമുക്കത് കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ചില ന്യായീകരണം കണ്ടെത്തും. അവൾക്കത് പിന്നെ കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് പിന്നെ കൊടുക്കാം, ഞാനും അവരെ സഹായിച്ചിട്ടുണ്ട്, അവർക്ക് ഇപ്പോൾ വലിയ അത്യാവശ്യമൊന്നും ഉണ്ടായിരിക്കില്ല എന്ന ന്യായീകരണങ്ങൾ നമ്മൾ കണ്ടെത്തും. പക്ഷേ അവരൊരു പക്ഷേ ഈ പൈസ കിട്ടിയിട്ട് വേണം അവരെ മറ്റുള്ള ആവശ്യങ്ങൾ നടത്താനുള്ളൊരു ചിന്ത അവരിലുണ്ടായിരിക്കും. അവരതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഒരു ന്യായീകരണം കണ്ടെത്തും, ഞാനൊരുപാട് സഹായിച്ചിട്ടുള്ളതാണെന്ന്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും അത് വിശ്വാസവഞ്ചനയാണ്, അതൊരു വേറെ കാര്യം. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ന്യായീകരണങ്ങൾ കണ്ടെത്തിയാലും നമ്മുടെ ഉള്ളിൽ അതിനെക്കുറിച്ചൊരു വിഷമം, ഒരു കുറ്റബോധം ഇങ്ങനെ കിടന്ന് നീറിപ്പോകുന്നുണ്ടാവും. നമ്മളത് അറിയണില്ല. ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ടാവും. അപ്പം ആ ഒരു സാഹചര്യമാണെങ്കിൽ അതൊരുപാട് ബുദ്ധിമുട്ട് നമുക്ക് പണം വന്ന് ചേരാനുണ്ടാക്കും. പിന്നെ കൂടാതെ നമ്മുടെ കയ്യിൽ നിന്ന് പലരും പണം കടം വാങ്ങിച്ചിട്ട് ഇതേ സാഹചര്യത്തിൽ ഇവിടെ കടന്നു പോയിട്ടുണ്ടാകും. കാരണം നമ്മൾ ആഗ്രഹിച്ചിരിക്കണം അത് കിട്ടിയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അവൾ ഫോൺ വിളിച്ചെടുക്കുന്നില്ല, അവരത് തരുന്നില്ല എനിക്ക്. അപ്പോൾ അവരും ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം. ഈ സാഹചര്യത്തിലും നമ്മുടെ മനസ്സിൽ ആ ഒരു ദേഷ്യം, പണത്തിനോടും അവർ തന്നില്ല ഒരു വൈരാഗ്യം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ദേഷ്യം, പണത്തിൻ്റെ ഒരു ഫീലിങ്, പണം എന്നൊരു ഊർജ്ജമാണ്. ആ ഊർജ്ജം നമ്മുടെ ചിന്തകളിലും എല്ലാതും ഊർജ്ജമാണ്. അപ്പോൾ ആ ഒരു വിഷമം നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും പണത്തിനെ കുറിച്ച്. ഇത് കൊടുക്കേണ്ടിയിരുന്നില്ല. അപ്പോൾ അതിനോടൊരു ദേഷ്യം, വൈരാഗ്യം ഇതൊക്കെ ഉള്ളിലുണ്ടോയെന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണമെന്നില്ല, ഞാൻ ചിലരുടെ കാര്യങ്ങളാണ് പറയണത്. അപ്പം എന്താണ് നമ്മുടെ മണി ബ്ലോക്ക്, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും പണം വന്ന് ചേരാത്തതെന്ന് നമ്മളിലേക്ക് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അമിതമായിട്ട് ലാഭം എടുത്തിട്ടുണ്ട്, ഉപഭോക്താക്കളിൽ നിന്ന് ലാഭം കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടായിരിക്കാം. നമുക്കറിയാം ചെയ്യണത് തെറ്റാണെന്ന് ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. അപ്പോൾ അതൊരു കുറ്റബോധമായിട്ട് കിടക്കുന്നുണ്ടാവും. പിന്നെ ശരിയായ മാർഗത്തിലൂടെ അല്ലാതെ പല മാർഗത്തിലൂടെ നമ്മൾ പണം സമ്പാദിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ നോക്കുക. നമ്മളിലേക്ക് തന്നെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കുറ്റബോധമായിട്ട് നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് നീറിപ്പകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പറയില്ല എന്ന്, പക്ഷെ അത് ഉണ്ടായിരിക്കും. അപ്പോൾ അവരാരും ചിന്തിച്ചിട്ട് ഇതിനെ നമ്മൾ മാറ്റിക്കളയാൻ ചെയ്യുന്നൊരു ടെക്നിക്കാണ് മണി ഫോർഗിവ്നെസ് തെറാപ്പി, അല്ലെങ്കിൽ മണി ഫോർഗിവ്നെസ് ടെക്നിക്ക്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവുകളും നമുക്ക് പുറത്തേക്ക് കളയാനും ആ വൈബ്രേഷനൊക്കെ കളഞ്ഞ് നല്ലൊരു സന്തോഷത്തിൻ്റെ, പണത്തിനെ കുറിച്ചുള്ള ആ ഒരു ഇത് നമ്മൾ ക്ലീനാക്കി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പണവും കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വന്ന് ചേരും. അപ്പോൾ അതിനുള്ള ടെക്നിക്കാണ് നമ്മൾ പറയുന്നത്. അതിലൊന്ന് ഫസ്റ്റ് നമ്മളിത് ചെയ്യേണ്ട രീതി എന്താ വെച്ചാൽ, നമ്മളൊന്ന് സ്വസ്ഥമായിട്ടിരിക്കുക, റിലാക്സ് ആവുക.
ആരുടെ ശല്യമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് സ്വസ്ഥമായിട്ട് 1-2 ദീർഘശ്വാസം എടുത്തു കഴിയുമ്പോൾ നമ്മളൊന്ന് റിലാക്സ് ആയി കഴിഞ്ഞിട്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ആർക്കാണോ നമ്മൾ പണം കൊടുക്കാനുള്ളത് അവരെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ രൂപം മനസ്സിൽ കൊണ്ടുവന്നിട്ട് കണ്ണുകൾ അടച്ച് അവരോട് പറയുക, സോറി പറയുക. ആദ്യം എനിക്ക് എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ തരാൻ കഴിഞ്ഞില്ല, ഞാൻ മാപ്പ് പറയണം, സോറി പറയുന്നു എന്ന് പറയുക. എന്നിട്ട് നമ്മളതോടെ തന്നെ നമ്മൾ ക്ഷമിക്കുക. അതിനുശേഷം നമ്മളോട് തന്നെ നമ്മൾ ക്ഷമിക്കുക. നമ്മുടെ മനസ്സ് അതിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ നമുക്കത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളോട് തന്നെ പുറത്ത് കൊടുക്കുക, നമ്മളോട് ക്ഷമിക്കുക. അതിന് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് തന്നെ സ്വതന്ത്രമാക്കുന്നു. ഈ ഒരു അഫർമേഷൻ പോലെ നമുക്ക് പറയാം. കാരണം നമ്മുടെ മനസ്സതിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എന്നെ സ്വതന്ത്രമാക്കുന്നു. അപ്പോൾ അങ്ങനെ പറയാം. അതിന് ശേഷം നമുക്ക് പറയാം, നിങ്ങൾക്കെല്ലാം നമ്മൾ അവരെ ബ്ലസ് ചെയ്യാം. ഐ ബ്ലസ് യു എന്ന് പറയാം. കാരണം അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. എനിക്ക് തരാൻ സാധിച്ചില്ല, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ബ്ലസ് ചെയ്യാം. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ട് അത് നമ്മൾ മനസ്സിൻ്റെ നിന്നുള്ള ആ ഹീലിംഗ് ആയിട്ട് അത് പുറത്തേക്ക് കളയാൻ പറ്റും. പിന്നെ നമ്മൾ കുറച്ച് ദിവസം ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടാവും. പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് തരാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ അവരോട് പറയാം, ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് മാപ്പ് നൽകുകയാണ്. കാരണം എനിക്ക് മനസ്സിലായി നിങ്ങളുടെ സാഹചര്യം അങ്ങനെയായിരുന്നത് കൊണ്ടാണ് എനിക്ക് തരാതിരുന്നത്. ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകുകയാണ്, നിങ്ങളോട് ക്ഷമിക്കുകയാണ് എന്ന് പറയാം. നിങ്ങളതിൽ നിന്ന് സ്വതന്ത്രമാക്കുകയാണ്. എനിക്കിപ്പോൾ ഒരു വിഷമമൊന്നുമില്ല, എനിക്ക് മനസ്സിലായി സാഹചര്യമാണെന്നുള്ളത്. പിന്നെ നമ്മൾ അവരെ ബ്ലസ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ബ്ലസ് ചെയ്യുക. ഇങ്ങനെ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. നമ്മുടെ മനസ്സ് റിലാക്സ് ആവും. കുറച്ച് കഴിയുമ്പോൾ പണത്തിനെ കുറിച്ചുള്ള നമ്മുടെ നെഗറ്റീവ് ചിന്തകളും അതൊക്കെ നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ഒരു ഇത് പുറത്തേക്ക് കളഞ്ഞ് നമ്മുടെ മനസ്സൊക്കെ നമ്മൾ വെള്ളം ഒഴുകാത്ത വെള്ളം എങ്ങനെയാണ് ദുർഗന്ധം ഉണ്ടാവില്ല, കുറേ നാൾ അടച്ചൊരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു ദുർഗന്ധം വമിക്കുന്ന പോലെയാണ്. അപ്പോൾ അത് നമ്മൾ ക്ലീനാക്കി കഴിയുമ്പോൾ, സുഗന്ധപൂരിതമാക്കി കഴിയുമ്പോൾ, നമ്മുടെ മനസ്സിന് നമ്മൾ ക്ലീനാക്കി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പണം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മണി ഫോർഗിവ്നെസ് മെത്തേഡ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല പണവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. നല്ലൊരു മെത്തേഡാണ്. കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കതൊരു ഇതായിട്ട് തോന്നാം, പക്ഷേ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും നമ്മൾ മാപ്പ് പറഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു മുന്നോട്ട് നല്ല പണത്തിൻ്റെ എല്ലാ ഇതുകളും നമ്മളിലേക്ക് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക. ഒക്കെ എല്ലാവർക്കും എല്ലാ നന്മകളും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യം സമാധാനം സന്തോഷം എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.